ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ന് വ്യോമാക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഒരു വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടുവെന്നും ഒപ്പം തന്നെ ഇന്ത്യയുടെ MiG-21 വിമാനവും പൈലറ്റിനെയും കാണാതായതായാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പോൾ സന്തോഷ് സെർലിംഗ് തത്സമയം നമ്മളൊപ്പം ചേരുകയാണ്. സന്തോഷ്, വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ MiG-21 വിമാനം ഒപ്പം തന്നെ പൈലറ്റിനെയും കാണാതായി എന്നാണ്. ഒപ്പം തന്നെ ഇന്ന് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ ഒരു ആക്രമണം നടത്തിയതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? വളരെ ദുഃഖകരമായ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറിയല്ല, വിദേശകാര്യ വക്താവും വ്യോമസേനയുടെ പ്രതിനിധിയായി എയർ വൈസ് മാർഷൽ RGK കപൂറുമാണ് സംയുക്തമായി വാർത്താ സമ്മേളനം അല്പസമയം മുമ്പ് നടത്തിയത്. വളരെ ചെറിയ വാർത്താ സമ്മേളനം, ആകെ 3-4 സെന്റൻസുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് രാവിലെ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമ അതിർത്തി കടന്നു, തിരിച്ച് ഇന്ത്യ പ്രത്യാക്രമണം നടത്തി, അത് വിജയിച്ചു. പക്ഷേ അതോടൊപ്പം ഇന്ത്യക്ക് MiG-21 വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനം നഷ്ടമായി. അതിന്റെ പൈലറ്റിനെയും കാണാനില്ല. പൈലറ്റ് പക്ഷേ തങ്ങളുടെ പിടിയിലുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എന്നാണ് വിദേശകാര്യ വക്താവ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാനും വിശദീകരണം നൽകാനും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തയ്യാറായില്ല. വാർത്താ സമ്മേളനം പൂർത്തിയായി. അത് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ചോദ്യങ്ങൾ എടുക്കില്ല എന്ന്. പക്ഷെ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു, ഇന്ത്യയുടെ വിമാനവും ഇന്ത്യയുടെ പൈലറ്റോ പാകിസ്ഥാൻ പക്ഷത്തുണ്ടോ, പാകിസ്ഥാൻ പിടിയിലായിട്ടുണ്ടോ എന്നതായിരുന്നു നമ്മുടെ ഒരു ഇത്ര സമയമായി നമ്മുടെ ഒരു ആശങ്കയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ വിദേശകാര്യ വക്താവ് സ്ഥിരീകരിച്ചിരിക്കുന്നു, ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായിരിക്കുന്നുവെന്ന്. കാരണം ഈ പിടിയിലായ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരുന്നു. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാന്റെ പിടിയിലായത്. MiG-21 വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു അദ്ദേഹം പാക് വിമാനങ്ങളെ ഓടിക്കുന്നതിനിടയിൽ ശ്രമത്തിനിടയിലാണ് ആ MiG-21 വിമാനത്തെ തകർത്തിട്ടത് പാകിസ്ഥാൻ സൈനികർ. തുടർന്ന് ഇയാളെ പിടികൂടി എന്നാണ് പാക് അവകാശപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മുഖത്തൊക്കെ ചോരയൊലിപ്പിച്ച് ആ വിംഗ് കമാൻഡറിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന ഒരു വിവരമാണത്. പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം തന്നെ ഈ പൈലറ്റിനെ കൈകാര്യം ചെയ്യും, അദ്ദേഹം സുരക്ഷിതനാണ്, തിരിച്ച് ഇന്ത്യയിൽ ഏൽപ്പിക്കും എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. പക്ഷെ ഔദ്യോഗികമായി ഈ പ്രസ്താവനകൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ആ വിംഗ് കമാൻഡർ എത്രയും വേഗം ആ പൈലറ്റിനെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് വിദേശകാര്യ വകുപ്പ് അത് തന്നെയാണ് പറയുന്നത് പോലും. ഇന്നിപ്പോ വ്യോമസേനയുടെ പ്രതിനിധിയെ കൂടി വാർത്താ സമ്മേളനത്തിൽ ഇരുത്തിയത് അതുകൊണ്ടുകൂടിയാണ്. അദ്ദേഹവും പക്ഷേ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകും. കാരണം ആ പൈലറ്റിന് വിട്ടുകിട്ടിയില്ലെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് ഉറപ്പ് ഇന്ത്യ വലിയ തോതിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറിയ ഒരു വാർത്താ സമ്മേളനം മാത്രമായിരുന്നു വിദേശകാര്യ വക്താവ് നൽകിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇവിടെ അദ്ദേഹം നൽകിയിരിക്കുന്ന സ്ഥിരീകരണം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ MiG-21 വിമാനവും അതിന്റെ പൈലറ്റായ അഭിനന്ദൻ വർദ്ധനെ കാണാതായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവർ പാകിസ്ഥാന്റെ പിടിയിലാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാണാതായി എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാണാതായി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും അവസാനം വാർത്താ സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ഈ പൈലറ്റ് തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല. വിവരങ്ങൾ തേടി വരികയാണ് എന്നാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പിടിയിലായ പൈലറ്റിന്റെ ദൃശ്യങ്ങൾ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ
ഈ MiG-21 വിമാനത്തിന്റെ പൈലറ്റാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ എന്ന് ഈ വ്യോമസേനയുടെ ചില കേന്ദ്രങ്ങൾ അതൊക്കെ സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ ഇതുപോലെ ഈ വ്യോമസേനയിൽ തന്നെ ജോലി ചെയ്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹം വിംഗ് കമാൻഡറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛനും. പിന്നീടാണ് മകനും അതേ പിന്തുടർന്നുകൊണ്ട് വ്യോമസേനയിൽ എത്തിയത്. അതിനുശേഷം ഇന്ന് കഴിഞ്ഞ ഇന്ത്യ പാക് അതിർത്തിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിമാനത്തെ വിന്യസിച്ചിരുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ ഈ പരീക്ഷണ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി പറക്കുന്നതിന്റെ ഇടയിലാണ് ഈ പാക് വിമാനങ്ങൾ വ്യോമ അതിർത്തി ലംഘിക്കുന്നത് കാണുന്നതും പിന്നീട് അവയിൽ ഒന്നിനെ വെടിവെച്ചിടുന്നതും മറ്റൊന്നിനെ പിന്തുടരുന്നതും. അതിനിടയിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന ഒരു പോരാട്ടം തന്നെയാണ്. ഇനി അദ്ദേഹത്തെ തിരിച്ചു വന്നേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിനൊന്നും അപകടം പറ്റിയിട്ടില്ല എന്ന് എന്തായാലും ഉറപ്പിക്കാം. പക്ഷേ വളരെ ക്രൂരമായി പാകിസ്ഥാൻ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമോ എന്നൊരു ഭയം എപ്പോഴും ഇന്ത്യക്കുണ്ട്. കാരണം ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ പോലും അല്ലെങ്കിൽ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പോലും കണ്ണ് മൂടിക്കെട്ടി മുഖത്ത് ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷെ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അത്തരത്തിലാണ് പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ സൈനികന്റെയും ജീവന് വലിയ വിലയുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുക, അദ്ദേഹം സുരക്ഷിതമായി ഇപ്പോൾ ഇന്ത്യയിൽ എത്തിക്കുക, അത്തരമൊരു ആവശ്യമാണ് ഇന്ത്യക്ക് പ്രധാനമായും ഇനി വേണ്ടത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ കാണാതായി, പക്ഷെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ എന്നാണ്. ഇനി അതിൽ മറ്റു ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം കൂടുതൽ വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷ്, മറ്റൊരു കാര്യം, ഇന്ത്യയുടെ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുള്ള കാര്യം പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമായോ? കാരണം നേരത്തെ 2016 വിമാനങ്ങൾ വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം വിദേശകാര്യ വക്താവ് നൽകിയിരുന്നു? ഇപ്പൊ വിദേശകാര്യ വക്താവ് അത് സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ പാകിസ്ഥാൻ അതിർത്തി കടന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം. പക്ഷെ ഒരു വിമാനം ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ 2 വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് ഇന്ത്യ സമ്മതിക്കുന്നില്ല, തള്ളിക്കളയുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു വിമാനം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്, അല്ല പൈലറ്റാണ് കാണാതായത്. പക്ഷെ ബാക്കി മറ്റു വിമാനങ്ങൾ എല്ലാം സുരക്ഷിതമാണ്. കാരണം നേരത്തെ വ്യോമസേനയും പറഞ്ഞിരുന്നു മറ്റു വിമാനങ്ങളും പൈലറ്റുമാരും ഒക്കെ സുരക്ഷിതരാണ് എന്ന് വ്യോമസേനയും പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അധികം പ്രതിപാദിക്കാൻ വിദേശകാര്യ വക്താവ് തയ്യാറായില്ല. പകരം അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വ്യോമസേന പൈലറ്റിന്റെ വിഷയവുമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ 3 വിമാനങ്ങളാണ് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. അതൊരു വിമാനത്തിനെ തകർത്തിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. മറ്റ് 2 വിമാനങ്ങളെ ഓടിച്ചു വിടുകയായിരുന്നു. അതിലൊന്ന് പിന്തുടരുമ്പോഴാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ മാത്രം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപകടം ഉണ്ടായിരിക്കുന്ന ഒരു വിമാനത്തിന് മാത്രമാണ്, പൈലറ്റിനുമാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് ഒരിക്കൽ കൂടി. Pakistan Air Force was detected and the Indian Air Force responded instantly. In that aerial engagement, one Pakistan Air Force fighter aircraft was shot down by a MiG-21 Bison of the Indian Air Force. The Pakistani aircraft was seen by ground forces falling from the sky on the Pakistan side. In this engagement, we have unfortunately lost one MiG-21. The pilot is missing in action. Pakistan has claimed that he is in their custody. We are ascertaining the facts. തീർച്ചയായും സന്തോഷ്, അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ MiG-21 വിമാനവും ഒപ്പം തന്നെ അതിലെ പൈലറ്റായിരുന്ന അഭിനന്ദൻ വർദ്ധനയും കാണാതായി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇവർ അഭിനന്ദൻ വർദ്ധൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ് എന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സന്തോഷ്.
തീർച്ചയായും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഒരു വാർത്താ കുറിപ്പായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇനി പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പോലെ ശരിയാണോ എന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അതാണ് മുഖവിലേക്ക് എടുക്കേണ്ട പറഞ്ഞ മറ്റൊരു കാര്യം. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പാക് വിമാനങ്ങൾ എത്തിയത് എന്നത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം ഇന്ത്യ നടത്തിയത് ഒരു നോൺ മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു. പാകിസ്ഥാന്റെ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ആക്രമണത്തിൽ ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയില്ല. പകരം തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരാക്രമണമാണ് ഇന്ത്യ നടത്തിയത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അങ്ങനെയല്ല നടത്തിയത്. ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി മേഖലയ്ക്ക് അടുത്തുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അത് തടയാനാണ് ഇന്ത്യ ശ്രമിച്ചത്. അത് തടയുന്നതിനിടയിലാണ് നമുക്കൊരു MiG-21 വിമാനം നഷ്ടമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നീക്കങ്ങളൊന്നും വെറുതെ ഇരിക്കാനാകില്ല. അത് വ്യക്തം തന്നെയാണ്. കാരണം ഇനി ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ഇപ്പോൾ യുദ്ധത്തിന് മുമ്പിലുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി ഇന്ന് ചേർന്ന യോഗത്തിൽ പോലും ഈ മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളോട് ഒരുങ്ങിയിരിക്കാനാണ് നിർദ്ദേശിച്ചത്. ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുക എന്ന രീതിയിലുള്ള നിർദ്ദേശമാണ് നൽകിയത്. ആർമിയും അലർട്ട് തന്നെയാണ്. ഇപ്പോൾ അവിടെ കടുത്ത മഞ്ഞാണ്. അതുകൊണ്ടാണ് വ്യോമസേന ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വളരെ കൂടുതലായി നടക്കുന്നത്. ഇന്ത്യ 1971 ശേഷം വെറുതെ അല്ല പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നത് വിമാനം ഉപയോഗിച്ച്. തിരിച്ച് പാകിസ്ഥാൻ അത്തരമൊരു ആക്രമണം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അവരിപ്പോഴും സമ്മതിക്കുന്നില്ല അതിർത്തി കടന്ന് അവരുടെ വിമാനം എത്തി എന്നത്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിയെന്നത് അത്ര ചെറുതല്ല. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതാണ് വിദേശകാര്യ വക്താവും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് നഷ്ടമായത് ഒരു പൈലറ്റിനെയാണ്. ആ പൈലറ്റ് പാകിസ്ഥാൻ പക്ഷത്തുണ്ട് എന്ന് പാകിസ്ഥാന്റെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന പോലെ ശരിയാണോ എന്നുകൂടി പരിശോധിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഇനിയുള്ള തുടർ നടപടികൾ, നയതന്ത്ര മേഖലയിലെ നടപടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളോ വേണമോ എന്നതൊക്കെ ആലോചിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കും. തീർച്ചയായും സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ഇന്ത്യൻ സൈനികന്റെയും ജീവന് വളരെ അധികം വില തന്നെ ഇന്ത്യ കൽപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഒപ്പം തന്നെ നമുക്കറിയാം 9 വിമാനത്താവളങ്ങൾ അടക്കം അടച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സന്തോഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിമാനത്താവളങ്ങളെല്ലാം ഇന്ത്യ അടിയന്തരമായി അടച്ചത്. വ്യോമയാന മന്ത്രാലയം സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. ഇതുപ്രകാരം ലേ, ശ്രീനഗർ, അമൃത്സർ, ജമ്മു, പട്ടാൻകോട്ട്, ഡെറാഡൂൺ വിമാനത്താവളങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യോമസേനാ മന്ത്രാലയം അത് പിൻവലിച്ചു. ഈ വിമാനത്താവളങ്ങളെല്ലാം നോർമൽ രീതിയിൽ തന്നെ പ്രവർത്തിക്കും എന്ന ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം ഈ ഡെറാഡൂൺ, അമൃത്സർ എന്നൊക്കെ പറയുന്നത് നിരവധി യാത്രാ വിമാനങ്ങൾ വന്നു പോകുന്ന വിമാനത്താവളങ്ങളാണ്. ആയിരക്കണക്കിന് യാത്രക്കാർ സ്ഥിരം ആശ്രയിക്കുന്ന വിമാനത്താവളങ്ങളാണ്. ഈ പെട്ടെന്ന് അടച്ചിടാൻ തീരുമാനിച്ചു. അത് 3 മാസത്തേക്ക് അടച്ചിടാനായിരുന്നു ആദ്യഘട്ടത്തിലെ തീരുമാനം. അതൊക്കെ നിരവധി യാത്രക്കാരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയൊക്കെ ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഇതിപ്പോ പിൻവലിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് പോകണമോ എന്നതൊക്കെ ചിലപ്പോൾ കേന്ദ്രമാണ് ഇനി തീരുമാനിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് പെട്ടെന്ന് പിൻവലിച്ചത്. മാധ്യമ പ്രവർത്തകൻ PV തോമസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ PV തോമസ്, ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഒപ്പം തന്നെ ഇന്ത്യയുടെ MiG-21 വിമാനം, ഒപ്പം തന്നെ വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്ന അഭിനന്ദൻ വർദ്ധൻ ഇവരെ കാണാതായതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ MiG-21 വിമാനവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധനെയും കാണാതായതായി തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നത്. PV തോമസ്, യുദ്ധം പടരുകയാണ്. അപ്രഖ്യാപിത യുദ്ധമാണ് ഇപ്പോൾ ഉള്ളത്. അത് പ്രഖ്യാപിത യുദ്ധമാകുമെന്ന് സംശയമുണ്ടെങ്കിൽ തന്നെയും പടരുകയാണ്. അത് തീക്കളിയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന കാര്യം ഗവൺമെന്റും സായുധ സേനകളും ചെയ്യണം. കാരണം സിവിലിയൻ നഷ്ടമുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള നഷ്ടമുണ്ടാകാൻ അത് എത്രമാത്രം പറ്റുമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതായാലും അടുത്തു വരുന്ന 2-3 ദിവസങ്ങൾ നിർണായകമാണ്. അതിനുശേഷം പിന്നെയും നീളുമെന്നറിയാൻ പാടില്ല. ഏതായാലും ഇത് ഒരു അപ്രഖ്യാപിത യുദ്ധമായിട്ട് വന്നിരിക്കുന്നു.
തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഒരു നോൺ മിലിറ്ററി ആക്രമണം മാത്രമാണ് പാകിസ്ഥാന് നേരെ നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ തിരിച്ചു നടത്തിയത് ഇന്ത്യയുടെ സൈനിക പ്രദേശങ്ങളെയും സൈനിക താവളങ്ങളെയും ആക്രമിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മുടേത് ഇന്ത്യ ചെയ്തത് ഒരു നോൺ മിലിറ്ററി പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു. അതായത് മിലിറ്ററി ആക്രമിച്ചിട്ടില്ല, സിവിലിനെ ആക്രമിച്ചിട്ടില്ല, ഈ ടെററിസ്റ്റിനെ മാത്രമേ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളൂ. അത് ഇന്ത്യക്ക് ന്യായമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ശരിയാണ്, നമ്മൾ അതിർത്തി ഭേദിച്ചാണ് ചെയ്തത്. പക്ഷെ എത്രയോ പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു ഇവിടെ ജെയ്സിന്റെ ഉണ്ട്, ഭീകരവാദത്തിന് ട്രെയിനിങ് ഉണ്ട്, ഇവിടെയാണ് ചാവേറുകളെ ഊട്ടി വളർത്തുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടും അതിനെ ഒന്നും ചെയ്യാനായിട്ട് പാകിസ്ഥാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഇനിയും അവരുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടായ സാഹചര്യത്തിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിൽ ഇന്ത്യയെ ഇക്കാര്യത്തിൽ ഒരു കുറ്റം പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനുശേഷം പാകിസ്ഥാൻ ഇങ്ങോട്ട് ചെയ്യുന്നത് ശരിക്കും നഗ്നമായിട്ടുള്ള യുദ്ധമാണ് നടത്തുന്നത്. അതായത് അതിർത്തി കടന്ന് ആക്രമിക്കുകയാണ്. അതായത് അത് ആ സാഹചര്യത്തില് ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഇന്ത്യക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. അത് തിരിച്ചടി തന്നെ ആവശ്യം വരും. അപ്പം അതുകൊണ്ടാണ് അപ്രഖ്യാപിത യുദ്ധം പ്രഖ്യാപിത യുദ്ധമായി മാറുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം. തീർച്ചയായും ഈ അപ്രഖ്യാപിത യുദ്ധം ഒരു പ്രഖ്യാപിത യുദ്ധമായി മാറാതിരിക്കേണ്ടതുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലൊരു പ്രകോപനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ സൈനികന്റെയും ജീവൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രകോപനപരമായ നിലപാടുകൾ പാകിസ്ഥാൻ കൈക്കൊള്ളുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചടിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് ഈ ഘട്ടത്തിൽ കൈവന്നിരിക്കുന്നത്. അവസരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് യുദ്ധം നടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സേനാ വിഭാഗത്തിലൊക്കെ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു മുൻകൈ ഉണ്ട്. എങ്കിൽ തന്നെ നമുക്കുള്ള ഒരു പരാധീനതയുണ്ട്. കാശ്മീരിലെ ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടുകയില്ല. അപ്പോൾ ആ കിട്ടാത്തൊരു സാഹചര്യത്തിലൊക്കെ നമുക്ക് സേന വളരെയധികം വിഷമിക്കും. അതൊന്നുമല്ല ഇപ്പോൾ നോക്കേണ്ട കാര്യം. ഇപ്പോൾ ഈ സായുധ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സാഹചര്യത്തിൽ നമുക്കിനിയും ഡിപ്ലോമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനും സാധ്യതയുണ്ട്. അല്ലാതെ യുദ്ധത്തിലേക്ക് പോയാൽ രണ്ട് രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും പാകിസ്ഥാനാണ്. പക്ഷെ നമുക്കും തീർച്ചയായിട്ടും ഈ നശീകരണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാമല്ലോ. അതിനൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തി കടന്ന് നമ്മളെ ആക്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വാർത്ത അതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ഭരണാധികാരികൾ അവരുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മൾക്ക് ഒരു യുദ്ധമല്ല ആവശ്യം, നമുക്ക് സമാധാനമാണ് ആവശ്യം. പക്ഷെ നമ്മുടെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള സമാധാനവും വേണ്ട. എങ്കിൽ തന്നെയും നമ്മൾ വളരെ സൂക്ഷിച്ച് കരുതേണ്ട 1-2 ദിവസങ്ങളാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ത്യ എപ്പോഴൊക്കെ പ്രവർത്തിച്ചു അപ്പോഴൊക്കെ ഇന്ത്യ കാണിക്കുന്ന ഒരു മിതത്വം അതിനെ മുതലെടുത്തുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ തിരിച്ചടിക്കുക കൂടി ചെയ്തത്. അതെ. അപ്പോ പാകിസ്ഥാനിൽ നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാനിലെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഒന്നും അല്ല. അവിടെ ഭരിക്കുന്നത് മിലിറ്ററിയും അതുപോലെ ISIയും പിന്നെ അവര് വളർത്തുന്ന ഭീകരവാദികളും ആണ്. അതുപോലെ തന്നെ അവരുടേതായിട്ട് അവിടെ ഹുറിയത്ത് എന്ന് പറയുന്ന പോലുള്ള പാകിസ്ഥാനിന്റെ കാശ്മീരിലുണ്ട് വിഭാഗമുണ്ട്. പിന്നെ അവരുടെ സിവിലിയൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള സിവിലിയൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ഇതിനെയാണ് നേരിടേണ്ടി വരുന്നത്. ഇതിന് ചൈനയുണ്ട്. ചൈന പ്രത്യക്ഷമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളോട് പറഞ്ഞത്, എല്ലാവരോടും പറഞ്ഞത്, പാകിസ്ഥാനോട് പറഞ്ഞത് സംയമനം പാലിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ അമേരിക്കയും പറഞ്ഞു. പക്ഷെ ഇങ്ങനെയെല്ലാം ഇരിക്കെ തന്നെ ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പാകിസ്ഥാൻ ചെയ്യുന്നത് പാകിസ്ഥാന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണത്. അതിൽ ഒതുങ്ങിയാൽ നല്ല കാര്യം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രതികരിക്കേണ്ടി വരും, ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വരും. തീർച്ചയായും ശ്രീ PV തോമസ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൈനയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം എപ്പോഴൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒരു നിലപാടെടുക്കാൻ തുനിഞ്ഞു അപ്പോഴൊക്കെ ചൈനയായിരുന്നു ഇതിനെതിരെ ഒരു മിതത്വം അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ പാകിസ്ഥാനെതിരെ സ്വീകരിക്കാനുള്ള നിലപാടുകളെല്ലാം വീറ്റോ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുകയായിരുന്നു ചൈന ചെയ്തത്. ഒപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഫ്രാൻസ് പാകിസ്ഥാന്റെ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുവാനുള്ള ഒരു
പ്രമേയം കൂടി ഫ്രാൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും ചൈനയുടെ നിലപാട് എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമാണ്. അതെ, ചൈന ആ നിലപാടിൽ നിന്ന് മാറുമെന്നാണ് തോന്നുന്നത്. കാരണം അല്പം മയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ ചൈനയ്ക്ക് വീറ്റോ ചെയ്യാൻ ചെയ്തുകൊണ്ടാണ് അഷറിനെ ഇതുവരെ പ്രഖ്യാപിക്കാത്തത്, ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാത്തത്. അതാണ് ഇവർക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതും. ആ അഷറാണ് ഇതെല്ലാം ചെയ്തതും. അഷറിന്റെ ബ്രദറിലോ ആണ് ഇതിന്റെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോ തീർച്ചയായിട്ടും ചൈന ഒരു ഘടകമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. ചൈനയ്ക്ക് ചൈനയുടെ രീതിയിൽ പോകട്ടെ, നമ്മൾ നമ്മുടെ രീതിയിൽ പോകും. നമുക്ക് അതുകൊണ്ട് അതൊന്നും പുറത്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് ഫ്രണ്ടിൽ യുദ്ധം നടത്തേണ്ടി വന്നാൽ പോലും നമ്മൾ തയ്യാറാണെന്ന് നമ്മുടെ ആർമിയുടെയും പട്ടാളത്തിന്റെയും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് ഫ്രണ്ട്, പാകിസ്ഥാനും ചൈനയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും പോവുകയില്ല, അങ്ങനെയൊന്നും വ്യാപിക്കുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, ആശ്വസിക്കാം. ചൈന ഒപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും പാകിസ്ഥാൻ ഒരു ഊർജമായി കൈക്കൊണ്ടിരുന്നത്. എന്നാൽ മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കൊപ്പമാണ്. നേരത്തെ പുൽവാമയിൽ മിന്നലാക്രമണം ഉണ്ടായപ്പോൾ പോലും ഇന്ത്യക്കൊപ്പമാണ് മറ്റ് രാഷ്ട്രങ്ങൾ എല്ലാം നിലപാട് കൈക്കൊണ്ടത്. അതെ, അത് ശരിയാണ്. പക്ഷെ ഇതിന്റെ ഈ നിലപാട് എവിടം വരെ പോകും, എത്രമാത്രം സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കണം. കാരണം അവർക്കൊന്നും ഒരു പരിധി കഴിഞ്ഞവരൊന്നും നേരിട്ട് വന്ന് നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. അവരൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആംഡ് കോൺഫ്ലിക്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മധ്യസ്ഥയ്ക്കായിട്ട് അവർ വരും. അതേ അമേരിക്കയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ. അത് നിർത്തണം എന്ന് പറയുകയും ചെയ്യും. അതൊക്കെ ഉണ്ടാകുള്ളൂ. അല്ലാതെ അതിനപ്പുറം ഇന്ത്യക്ക് ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ബലം കൊണ്ടോ ഒന്നും ആരും സഹായിക്കാൻ പോകുന്നില്ല. അത് നമ്മൾ തന്നെ നമ്മുടെ യുദ്ധമാണ്, നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ സേനകൾക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പോകുള്ളൂ. അല്ലാതെ മറ്റൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നീക്കങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ എല്ലാം കരുതിയിരിക്കുക. പക്ഷേ സംയോജനമാണ് നല്ലത്. പക്ഷേ ഒരു കോംപ്രമൈസിന്റെ ആവശ്യവും ഇല്ല ഒരു പരിധിക്കപ്പുറം. വ്യക്തമാണ്. ശ്രീ PV തോമസ്, വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇന്ത്യയുടെ MiG-21 വിമാനത്തിന്റെ പൈലറ്റ് അഭിനന്ദിനെ കാണാതായെന്ന സ്ഥിരീകരണം. അഭിനന്ദ് തിരികെ എത്തിയിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു. ഒരു ഇന്ത്യൻ പൈലറ്റിനെ തങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചിരുന്നു. ഒരിക്കൽ കൂടി സന്തോഷിലേക്ക് പോവുകയാണ്. സന്തോഷ്, ഇന്ത്യയുടെ MiG-21 വിമാനവും ഒപ്പം തന്നെ അതിന്റെ പൈലറ്റായിരുന്ന അഭിനന്ദ് വർദ്ധനയും കാണാതായതായി തന്നെയായിരുന്നു വിദേശകാര്യ വക്താവിന്റെ സ്ഥിരീകരണം ഉണ്ടായത്. തീർച്ചയായും ഇപ്പോൾ വിദേശകാര്യ വക്താവ് വളരെ ബ്രീഫായി ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. രാവിലെ ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ആക്രമണം നടത്തിയത്, തകർത്ത് കളഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി കേന്ദ്രങ്ങളോ ജനാവാസ കേന്ദ്രങ്ങളോ ബാധിച്ചിട്ടില്ല. എന്നാൽ തിരിച്ചിന്ന് രാവിലെ 10 മണിയോടുകൂടി പാകിസ്ഥാൻ ചെയ്തത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തുകയായിരുന്നു. ഇതിനായി എത്തിയ F-60 വിമാനങ്ങൾ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഇന്ത്യ പിന്നീട് വലിയ പ്രത്യാക്രമണം തന്നെ നടത്തി. അങ്ങനെ അതിൽ ഒരു വിമാനം പാകിസ്ഥാൻ മേഖലയിൽ തകർന്നു വീഴുന്നത് ഇന്ത്യയിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫ് കാണുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് പറഞ്ഞത്. എന്നാൽ ഇതിനിടയിൽ തികച്ചും ആകസ്മികമായി ഇന്ത്യയുടെ MiG-21 വിമാനവും നഷ്ടമായിരിക്കുന്നു. അതിന്റെ പൈലറ്റിനെയും കാണാനില്ല. പക്ഷേ ആ പൈലറ്റ് പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്ന ചില അവകാശവാദങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വിദേശകാര്യ വക്താവുമായി രവീഷ് കുമാറുമായും ചില മാധ്യമപ്രവർത്തകർ സംസാരിച്ചു. ഈ പൈലറ്റിനെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, അനൗദ്യോഗികമായി നൽകിയ മറുപടിയായി അറിയുന്നത്, അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ കരുതുന്നത്, ഔദ്യോഗികമായി പാകിസ്ഥാൻ ഈ പൈലറ്റ് കൈവശമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. ഔദ്യോഗികമായി ഇത് അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നയതന്ത്ര മേഖലയിൽ ഇന്ത്യക്ക് ഇത് അവകാശപ്പെടാം. അപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഇദ്ദേഹത്തെ കസ്റ്റഡിയിലുണ്ട് എന്ന് അറിയിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്രാൻഖാൻ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നതെന്നോട് നോക്കും. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൈലറ്റിനെ കൊണ്ടുവരിക എന്നത്
തന്നെയാണ് പ്രധാന ആവശ്യം. ഇന്നുണ്ടായിരിക്കുന്ന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു യുദ്ധത്തിലേക്കാണെങ്കിൽ അത് തന്നെ വേണം എന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നുണ്ട്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പണ്ട് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്താനായി അമേരിക്ക നടത്തിയ ആക്രമണം, അതിന് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇന്ത്യക്കും ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികളെക്കെതിരെ നടപടിയെടുക്കാൻ, പാക് മണ്ണിലെ ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ അവകാശമുണ്ട് എന്നാണ് അരുൺ ജെയ്റ്റ്ലിയും പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്നത് സംബന്ധിച്ച് ഒരു പ്രസ്താവനയും പ്രതികരണവും ഒന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ റദ്ദാക്കിയാണ് മടങ്ങിയത്. സ്വാഭാവികമായും അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പൈലറ്റിനെ സംബന്ധിച്ച്, ആ പൈലറ്റ് സംബന്ധിച്ച് എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരും എന്നത് സംബന്ധിച്ചും ഒരു ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. ഇന്ത്യയുടെ MiG-21 വിമാനത്തിന്റെ പൈലറ്റ് അഭിനന്ദിനെ കാണാതായെന്ന സ്ഥിരീകരണം. അഭിനന്ദ് തിരികെ എത്തിയിട്ടില്ലെന്ന വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു. ഒരു ഇന്ത്യൻ പൈലറ്റിനെ തങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചിരുന്നു.